4 വയസ്സായി. 5 വയസ്സിൽ ഓപ്പറേഷൻ ഉണ്ട്. ഹാർട്ട് തിരിച്ചറിയും. ഹാർട്ട് ഓപ്പറേഷൻ വേണം. അപ്പം അതിന് ഞങ്ങൾക്ക് പെട്ടെന്ന് സഹായം തന്നത് ഇവരാണ്. പാലിയേറ്റീവ്. അപ്പോൾ അത് വഴിയാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു 8 സർജറി ഇങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട്. സംസാരിച്ചിരുന്നു അവർ ചെയ്യാൻ പുസ്തകമായിട്ട് സംസാരിക്കാം. സംസാരിക്കുകയും എന്താ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കുടിയുടെ പേരെന്തേലും? ഡോക്ടർ മുസ്തഫ ഡോക്ടർ. പിന്നെ മെട്രോമെറ്റിൻ്റെ MD. കിട്ടിയോ? ഇപ്പം വിളിക്കാം. അത് നമുക്ക് സംസാരിക്കാം. അത് സംസാരിച്ചോളാം. എല്ലാവർക്കും ഇവർ വിളിക്കട്ടെ അല്ലേ? കിട്ടുമോ അപ്പരാ? നമ്മൾ ഷിയാബ്ദങ്ങൾ സെൻറ്റർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു പാലിയേറ്റീവ് കെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹോം കെയർ സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ബേബി ഒരു 3 ഡേയ്സ് മുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ തങ്ങളടുത്ത് വരാം, നമ്മളിവിടെ വന്നിട്ടൊന്നും നമുക്ക് ഗുഡല്ലൂർ എപ്പോൾ വന്നാലും ഇവിടെ നല്ലൊരു നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്യാം. കുട്ടിയുടെ ഓപ്പറേഷനാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനെന്താ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാര്യത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ പൂക്കോയത്തങ്ങൾ പാലിയേറ്റീവ് ഉണ്ട്, അതിൻ്റെ കീഴിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഡോക്ടർ അസ്സലാമു അലൈക്കും. ഡോക്ടർ സാദിഖൽ തങ്ങളാണ്. ഗുഡല്ലൂർ അവരിവിടെ വന്നതാണ്. ഗുഡല്ലൂർ കുട്ടികളെ. അപ്പോൾ അവർക്ക് 5 വയസ്സായ കുട്ടിയാണ്. ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയാണ് വേണ്ടി. ആയിക്കോട്ടെ. അപ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ? ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ സാർ. എൻ്റെ അടുത്ത് കുഞ്ഞാടി സാഹിബുണ്ട്, ഞാൻ കൊടുക്കാം. നമുക്ക് സംസാരിക്കും. ഡോക്ടറെ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് ചെയ്തു കൊടുത്താലേ. ഇല്ലല്ല, ഉള്ളുകാർ ഇവിടെ വന്നാൽ തങ്ങളെടുത്ത് വന്നത്. ഞങ്ങളൊക്കെ ഇവിടെ തങ്ങളെടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആയിക്കോട്ടെ. ഫുള്ളെടുത്തോ? കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ അവിടെ നമുക്ക് ചെയ്യാം കേട്ടോ. അതാണ് ഇവിടെ ഏറ്റവും നല്ല. എന്താ വേണ്ടി? നമ്മുടെ ഗുഡല്ലൂർ. ആയിക്കോട്ടെ. എൻ്റെ പേരെന്താ? സംസാരിക്കാൻ പറ്റൂല. പറയുന്നുണ്ടല്ലോ. പറയണമെന്നുണ്ട്. പക്ഷെ ശരിക്കും നടക്കൂലേ? ശരി. ഓക്കെ. എനിക്കൊന്ന് ചെയ്യോ? ശരി. ചായ കുടിച്ചിരുന്നോ? ഇനി അവർ കൈകാര്യം ചെയ്തോളൂ കേട്ടോ. കനിവിൽ കൈ നീട്ടുന്നു, കരളിൽ കുളിരേകുന്നു, പീട്ടിയെച്ചെന്ന പേരുമാ പൂക്കോയ തങ്ങളെ, പൂന്തന്നൽ തിങ്കളെ, ഓർമ്മയിൽ താങ്ങായ സയ്യിദേ, കർമ്മകാണ്ഡം തീർത്ത സന്നിധി. പാണക്കാടൻ പൈതൃകം ഒന്ന് പാടിക്കൊടുക്കും. മഹാനിലാവിൻ തണൽ പരപ്പിൽ വെളിച്ചമേകും പാണക്കാട്, മഹാനർ PMSA തങ്ങൾ നമുക്കു നൽകിയതാം തറവാട്. ശിഹാബർ സയ്യിദ് മുഹമ്മദ് അലിയോർ പകർന്നതാണീ മഹത്വമേട്. സയ്യിദ് ഉമർ അലി ഹൈദർ തങ്ങൾ നടന്നു നീങ്ങിയതും ഒരീട്.
ഇന്നോവേഷൻ അവസാനത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം, സ്പീക്കർ ഹു ഇൻസ്പയർസ്. നല്ല പ്രാസംഗികനായിരുന്നു അദ്ദേഹം. 78 വയസ്സ് വരെയാണ് ജീവിച്ചത്. ഇതാണല്ലോ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ഇ അഹമ്മദ് സാഹിബ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുകയാണ്. കണ്ണൂരിലാണ് അത് ഫെബ്രുവരി 8, 9 തീയതികളിൽ നടക്കുന്നത്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ദേശീയ അന്തർദേശീയ രംഗത്തെ നേതാക്കളും പ്രാസംഗികന്മാരുമെല്ലാം 2 ദിവസങ്ങളിലായുള്ള പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട്. അഹമ്മദ് സാഹിബിനെ ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത മുഖമാണ്. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, മതേതരത്വ ഇന്ത്യയുടെ തന്നെ ശക്തമായൊരു മുഖമായിരുന്നു അദ്ദേഹം. ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ വളരെ നല്ല ശബ്ദമുയർത്തിയ വ്യക്തിത്വം കൂടിയാണ് അഹമ്മദ് സാഹിബ്. അപ്പോൾ നാനാ തരത്തിലും ഓർമ്മിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇൻ്റർനാഷണൽ സെമിനാർ എല്ലാവരും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഭരിക്കുന്ന മഹത്തായ ഈ ഒരു സംരംഭം ആ സമയത്ത് നമുക്കൊക്കെ ഒരുമിച്ച് ചേരാം. ഇപ്പോൾ ഇവിടെ പ്രകടമാക്കിയതുപോലെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ സമൂഹത്തിന് ഗുണം ചെയ്തൊരു വലിയ മനുഷ്യനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നതും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചരിത്രം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും, നേതാക്കളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു.